നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മന്ത്രിയുടെ കൂടെയുള്ള ജോലിന്ന് രാജുവിനെ പിന്തിരിപ്പിക്കാൻ എന്താ രാധമേ ഒരു വഴി? എനിക്കറിയില്ല. ഞാനേ എന്റെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അമ്മയെ കൊണ്ട് രാജുവിനോടൊന്ന് സംസാരിപ്പിക്കട്ടെ. ഒരു തവണ രമ്യയുടെ അച്ഛനെ കൊണ്ട് സംസാരിപ്പിച്ചതല്ലേ, എന്നിട്ട് എന്തുണ്ടായി? എന്റെ അച്ഛനെക്കാളും പവർഫുൾ അല്ലേ അമ്മ? അമ്മ പറഞ്ഞ ചിലപ്പോ രാജു അനുസരിക്കുമായിരിക്കും. സാക്ഷാൽ ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്നാലും ഈ കാര്യത്തില് രാജുവിന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രമ്യ, നിന്നെ നിന്റെ അമ്മ വിളിക്കുന്നുണ്ട്. ആണോ? എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. അതെ, ഞാൻ ജനലിന്റെ ഭാഗത്ത് നിന്നില്ലേ, അപ്പൊ കേട്ടതാ. ഒരുപാട് നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. ആണല്ലേ? രാധമേ, എങ്ങനെ ഇറങ്ങാണേ? ഏട്ടാ, രമ്യ പോയി ഏട്ടോ. അപ്പൊ രുക്മിണി അവളെ വിളിച്ചില്ലായിരുന്നോ? ഇല്ല, ഏട്ടൻ പറഞ്ഞിട്ടേ ഞാനൊരു നമ്പർ ഇട്ടതാ. എന്താ ശ്രീത്, ആ കുട്ടി ഒരു പാവല്ലേ? പിന്നെ പാവം. അവളെ കാണുമ്പോഴേ എനിക്ക് ഈ ചീവീടിനെ ഓർമ്മ വരുന്നത്. ഒരു കാര്യമില്ലാതെ വെറുതെ നിന്ന് ചെലച്ചോണ്ടിരിക്കും. ഇപ്പൊ നിന്റെ വിഷമമൊക്കെ പോയോ? അപ്പോ രമ്യ ഇവിടെ ഉള്ളതായിരുന്നു നിന്റെ വല്ലായ്മയ്ക്ക് കാരണം അല്ലേ? അത് വിടമേ, ഞാൻ അമ്മയോട് ഒരു കാര്യം പറയാൻ മറന്നു. എന്താടാ? നാളെ മുതല് ഋതിക മാഡം ഇങ്ങോട്ട് വരും. ആ കുട്ടി എന്തിനാ ഇവിടേക്ക് വരുന്നേ? ഋതിക മാഡം ഫെയിലായ സബ്ജക്ട് എഴുതിയെടുക്കാൻ വർമ്മ സാറ് സമ്മതിച്ചു. മാഡത്തിന് ട്യൂഷൻ എടുത്തു കൊടുത്ത് എക്സാം എഴുതിച്ച് ജയിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്ത. അതുകൊണ്ട് നാളെ മുതൽ ഋതിക മാഡം എന്നും ഇവിടേക്ക് വരും. അവിടെ കൊട്ടാരം പോലത്തെ ഒരു വീടും അത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും ആ കുട്ടിയെ സൗകര്യങ്ങൾ തീരെയില്ലാത്ത നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ശരിയാണോ മോനെ? മനസ്സിന്റെ തൃപ്തിയല്ലേ ഏറ്റവും വലുത്. മാഡത്തിന് സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാൻ നമ്മുടെ ഈ ചെറിയ വീടാണ് ഉചിതം. എന്നാലും അത് ശരിയാവോടാ? വർമ്മസാറിന്റെ ഔട്ട് ഹൗസിലോ മറ്റെവിടേക്കെങ്കിലും പോകുന്നതല്ലേ നല്ലത്? ഋതിക മാഡം ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോ മാഡത്തിന്റെ സന്തോഷം അമ്മ കണ്ടതല്ലേ? നമ്മുടെ വീട്ടിലേക്ക് മാഡം വന്ന മാഡത്തിന് അത് സന്തോഷവും സമാധാനവും ഉണ്ടാവും. സമാധാനമുള്ള മനസ്സിലേക്ക് പഠിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ പതിയും. അതൊന്നും എനിക്കറിയില്ല. രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം. ആ കുട്ടി ഇങ്ങോട്ട് വരുന്നതല്ലേ? എന്നാ പിന്നെ നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ആഹാരം എടുത്തു വെക്കാം. ശരി. എഴുത്. അച്ഛാ, എക്സാം എഴുതാൻ എന്നെ അനുവദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇന്നു മുതൽ ഞാൻ രാജുവിന്റെ വീട്ടില് ട്യൂഷന് പോവാ. ഞാൻ ഈ പരീക്ഷയിൽ ജയിച്ച് അച്ഛന് ഞാൻ കാരണം ഉണ്ടായ നാണക്കേട് മാറ്റും. ഇന്നു മുതൽ എന്നും നല്ലത് മാത്രം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. അച്ഛന്റെ അനുഗ്രഹം എനിക്ക് വേണം. എന്നെ അനുഗ്രഹിക്കണേ അച്ഛാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.